ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആദ്യം തന്നെ എണീച്ച് മുഖം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് നേരെ വരുന്നത് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. രാത്രി എല്ലാ ഭാഗവും അടിച്ചു വാരി ഇടും കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് വേഗം തുടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേഗം പോയി കുളിച്ചു. പിന്നെ കുളിക്കുന്നതിന് മുമ്പ് അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി വെണ്ണീറൊക്കെ കോരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് വേഗം വിളക്ക് വയ്ക്കാൻ കേട്ടോ. വിളക്ക് വയ്ക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയത്തെ ബാക്കി പണിയൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ കുറിയും കുങ്കുമൊക്കെ ഇട്ട് നേരെ അടുക്കളയിൽ വന്ന് ആദ്യം തന്നെ ചുക്കുവെള്ളമാണ് കേട്ടോ വെക്കുന്നത്. ഇന്നലെ രാത്രി വെച്ച ചുക്കുവെള്ളമാണ്. അതൊന്ന് ചൂടാക്കിയിട്ട് ജഗ്ഗൊക്കെ കഴുകി അതിൽ ഒഴിച്ച് വെക്കുകയാണ്. പിന്നെ ചായയും ഒരടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കടിയായിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നെല്ലുത്തരി ഉണ്ടല്ലോ, മട്ടരി, അതിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ അത് കുഴച്ച് വയ്ക്കുകയാണ്. കറിക്കൊന്നും ഞാൻ കടലയൊന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ചെറുപഴം ഉണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്താ തേങ്ങയും കൂടി ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ. കറിയില്ലാത്ത വെക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി തേങ്ങ കയ്യോടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കിട്ടോ. കാരണം നല്ല പോലെ ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. നമ്മൾ എന്ത് വെച്ചാലും എത്ര പെട്ടെന്ന് ഉറുമ്പ് വരുമെന്ന് അറിയാം. അപ്പോൾ ഞാൻ വേഗം അത് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അതാ പുട്ടുണ്ടാക്കാനുള്ള അതാണ് പുട്ടുംപാനി വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പുട്ടുംപാനിയുടെ നിറ ഇരിക്കുന്നുണ്ടല്ലേ, ഞാൻ ഇടയ്ക്ക് തലവേദന ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അങ്ങനെ കളർ മാറിയതാണ് കേട്ടോ. പിന്നെ അതാ ചായ ഒന്ന് അരിച്ചു വെച്ചു. മോൾക്ക് ട്യൂഷൻ ഉണ്ട്, അവർക്ക് സ്കൂളില്ല. അപ്പോൾ ഞാനിതാ പുട്ട് 2 കുറ്റി പുട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു കുറ്റി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മോള് കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ബാക്കിയും കൂടി അടുപ്പത്ത് വെച്ചു. പിന്നെ തേങ്ങ കുറച്ച് കമ്മിയാക്കിയിട്ടാണ് രണ്ടാമത്തെ കുറ്റിയിട്ടുള്ളത്. കാരണം മോന് തേങ്ങ ഇട്ട പുട്ട് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ അത് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കയ്യോടെ ആ പാത്രങ്ങളും കൂടി ഒന്ന് കഴുകി വെച്ചു. പിന്നെയുള്ള പണി ഉച്ചയ്ക്കുള്ള ചോറ് വെക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി കയ്യോടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പണി ഒരുങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം എൻ്റെ പണി ഒരുങ്ങുകയില്ല കേട്ടോ. അപ്പോൾ ഞാനത് ചുക്കുവെള്ളത്തിനുള്ളതും പിന്നെ ചോറിനുള്ളതും വെള്ളം എടുക്കുകയാണ്. പിന്നെ വെള്ളം എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ വേഗം പോയിട്ട് തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളവും ചുക്കുവെള്ളമൊക്കെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ കടന്ന് വേവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെറുപഴം ഞാൻ നല്ലത് നോക്കിയിട്ട് മോന് കുറച്ച് എടുത്ത് വെച്ചു. പിന്നെ അതാ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോഴേക്ക് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അരി ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കഴിക്കാതിരുന്ന കുറച്ച് സമയം വേണം. അപ്പോൾ ഞാനിതാ അരി ഇട്ടിട്ട് പിന്നെ മുകളിൽ വെക്കുന്നത് ചുക്കുവെള്ളത്തിൻ്റെ വെള്ളമാണ് കേട്ടോ. അതിൽ കുറച്ച് ചുക്കുവെള്ളപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് കളർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പുറത്ത് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് അരിച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ നല്ലൊരു കൊള്ളി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേഗം തീ കെടും കേട്ടോ, നമ്മുടെ റബ്ബറിൻ്റെ വിറകാവും കൊണ്ട്. അപ്പോൾ ഞാൻ പുട്ടും കടലയൊക്കെ എടുത്തിട്ട് കടലല്ല കേട്ടോ, പുട്ടും പഴമൊക്കെ എടുത്തിട്ട് വേഗം പോയിട്ട് TV ഇട്ടിട്ട് കുറച്ച് നേരം ഇരുന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വരാൻ തുടങ്ങി, അവർക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഫുൾ കൊച്ചു TV കേട്ടോ. പിന്നെ രാത്രി വരെ ഒരു വൈകുന്നേരം വരെ അവർ കൊച്ചു TV ഇടും. പിന്നെ എന്തെങ്കിലും വല്ല കോമഡി സിനിമ ഉണ്ടെങ്കിൽ അതൊക്കെ കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് മുടി കെട്ടറുത്തു കേട്ടോ. മുടി കൊഴിച്ചിൽ കുറച്ചുണ്ട്. അപ്പം ഞാൻ അടുക്കളയത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് മുടിയൊന്ന് കെട്ടറുത്ത് കെട്ടുക. മുടിയൊക്കെ കെട്ടറുത്ത് കെട്ടിയിട്ട് പിന്നെ ഇതാ വരുന്നത് നമ്മുടെ ചെടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. 2 ദിവസം മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട്. നമ്മൾ എത്ര നനച്ചു കൊടുത്താലും ചെടികൾക്ക് ആ ഒരു ഇത് കിട്ടില്ല കേട്ടോ. എന്താ കുട്ടികൾ വരാൻ തുടങ്ങി TV കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരവിടെ കൊച്ചു TV എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള കറിക്കുള്ള പണി എടുക്കുകയാണ് കേട്ടോ. ഏകദേശം രാവിലത്തേക്ക് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒരു ചെറിയൊരു കറുവത്തുങ്ങായ ഉണ്ടല്ലോ, അത് അറുത്തിട്ട് വന്നിട്ട് ഉപ്പേരി വയ്ക്കാൻ നോക്കിയതാണ് കേട്ടോ. ചെത്തി നോക്കുമ്പോൾ അതിൻ്റെ തൊലിയുടെ അവിടെ ഭയങ്കര കേട്. അപ്പോൾ ഞാൻ പോയിട്ട് ഒന്നും കൂടി അറുത്തിട്ട് വന്നത് കുറച്ച് വലുതായിട്ടോ. പിന്നെ അതാ ഞങ്ങളുടെ സ്പെഷ്യൽ സോയാബീനാണെന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ വരുന്നുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളിവിടെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇതൊക്കെ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ കേട്ടോ. പിന്നെ കൂനോ പനീറൊക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാക്കും. അപ്പോൾ മോരുകറി ആക്കിയിട്ട് പിന്നെ ഇതാ ഉരുളിയിൽ ഞാൻ സോയാബീൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് സോയാബീനൊക്കെ അരിഞ്ഞ് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് വേഗം തുടച്ച് വൃത്തിയാക്കിയിട്ടോ. പിന്നെയുള്ള പണിഞ്ഞ് ഉപ്പേരി വെക്കാനുള്ളത് കരിഞ്ഞ് സെറ്റാക്കുകയാണ്. അപ്പോൾ ഞാൻ പയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുതിര വെച്ചിട്ട് മുതിരയും നമ്മുടെ കറുവത്തും കായും പാടൊക്കെ ഉപ്പേരി വയ്ക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. മുതിര വറുത്തിട്ട് അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വേഗം നമ്മുടെ മോരുകറിയൊക്കെ ഒഴിച്ചിട്ട് കുക്കർ കഴുകാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. പിന്നെ അതാ മുതിര വറുത്തിട്ട് കുറച്ച് മുതിരയായിട്ടോ എടുത്തിട്ടുള്ളൂ. അത് വറുത്തിട്ട് ഞാൻ നോക്കുന്നത് അമ്മ വരുന്നുണ്ടോയെന്നാണ് കേട്ടോ. ഓരോ ബസ് വരുമ്പോഴും അമ്മ വരുന്നുണ്ടോയെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ വരുമ്പോഴേക്ക് വേഗം പണിയൊരുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ. വേഗത നമ്മുടെ കറുവത്തുങ്കായുടെ ഒരു കഷ്ണം എടുത്തിട്ട് ആദ്യം ഒന്ന് അരിഞ്ഞു നോക്കി. പിന്നെ അത് തികയില്ലാന്ന് വിചാരിച്ചിട്ട് അത് മൊത്തത്തിൽ എടുത്തു കേട്ടോ. അപ്പോഴേക്ക് കോഴികൾ അവിടെ നായ്ക്കൾ പിന്നാലെ കൂടിയിട്ട് അപ്പോൾ അവരുടെ അവിടെ നിന്ന് പോയി നോക്കിയതാണ്. പിന്നെ അതാ വേഗം കറി വറുത്തിടും കൂടി ചെയ്യാൻ കേട്ടോ. അതും കൂടി കഴിഞ്ഞ് ഏകദേശം പണി ഒരുങ്ങി. ആരെങ്കിലും വിരുന്നേര് വരുമ്പോഴേക്കും എല്ലാം പണി ഒരുക്കി വയ്ക്കണമല്ലോ. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ.